ഗുരുത്വാകർഷണം നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബെനഫിറ്റാണ് നൽകുന്നത്. ഗുരുത്വാകർഷണം ഒരു ചെറിയ ഫോഴ്സ് അസ്ഥികളിൽ ഏൽപ്പിക്കുന്നതാണ്. ഈ ഫോഴ്സ് കാരണം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ആ പ്രക്രിയയാണ് നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സെല്ലുകൾ ഉണ്ടായി വരണമെങ്കിൽ നിർബന്ധമായിട്ടും ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മൈക്രോഗ്രാവിറ്റിയിൽ കഴിയുന്ന ആസ്ട്രോനോട്ട്സിന് അത്തരത്തിലുള്ള ഒരു പ്രക്രിയ സംഭവിക്കുന്നതല്ല. അതായത് അവരുടെ അസ്ഥി ക്രമേണ ദുർബലമായിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള വ്യായാമങ്ങളും ചെയ്യാതെ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ആസ്ട്രോനോട്ടിന് ഓരോ മാസവും അയാളുടെ അസ്ഥിയുടെ 1% ഡെൻസിറ്റി കുറയുന്നതാണ്. പെട്ടെന്ന് തന്നെ അസ്ഥി ഒടിഞ്ഞു പോകാനൊക്കെ ഇത് പിന്നീട് കാരണമായി മാറും. പക്ഷേ സ്പേസ് സ്റ്റേഷനിലുള്ള ആസ്ട്രോനോട്ട്സ് പലതരത്തിലുള്ള എക്സർസൈസുകൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂറാണ് അവർ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷനിൽ വ്യായാമം ചെയ്യാൻ സാധിക്കുന്നത്? അവിടെ ഒരു വസ്തുവിനും ഭാരമില്ലല്ലോ. ഭാരമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഭാരമെടുത്ത് വ്യായാമം ചെയ്യാൻ സാധിക്കുക? അവിടെ പല ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്താൽ വെയിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് ഓസ്റ്റിയോപോറോസിസിനെ തടയാൻ സാധിക്കുന്നതല്ല. അതിനെ 1% വരെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ഭൂമിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അസ്ഥികളുടെ ബലം വീണ്ടെടുക്കാൻ സാധിക്കും. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.